ഇന്ന് ഞാനിവിടെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് ബസ്മതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കാം. കുതിർന്ന ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാളയുടെ 1/4 ഭാഗം സവാള നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കിയിരിക്കുന്ന സവാളയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 ചെറിയ ടൊമാറ്റോ കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 8 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു രമ്പയില, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും വേണം. ഈ മുട്ട എടുത്തിട്ട് ഒരു കത്തി കൊണ്ട് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. കട്ടായി പോകരുത്. കട്ടായി പോകാത്ത രീതിയിൽ ഇതൊന്ന് സൈഡൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് നമ്മളിത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് മാറ്റി വെക്കാം. റൈസ് ഞാനിവിടെ നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 3 ഗ്ലാസ് റൈസിന് 5.5 ഗ്ലാസ് നല്ല ബോയിൽ ചെയ്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് വേണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാള ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവാള ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ടും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഒരുപാട് ഇത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഈ നെയ്യിലും എണ്ണയിലും കിടന്ന് ഇതൊന്ന് റോസ്റ്റ് ആയാൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും 6 ഗ്രാമ്പുവും 6 7 ഗ്രാമ്പും എടുത്താലും കുഴപ്പമില്ല, 2-3 പീസ് പട്ടയും 3-4 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബാക്കി സവാള ഇതിലേക്കിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്കിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ രമ്പയില കട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ രമ്പയില ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഈ മസാലയ്ക്ക് വരുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും തൈരും കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5.5 ഗ്ലാസ് ഉപ്പിട്ട നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി 1/4 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടിട്ട് ഈ പാത്രം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇതിവിടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ മൂടിയൊന്ന് മാറ്റിയ ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് പാത്രം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നല്ല പെർഫെക്റ്റ് റൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് പുറത്തേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്നട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സെർവ് ചെയ്യാനെടുത്ത പ്ലേറ്റിലേക്ക് ഞാനിവിടെ കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കാഷ്നട്ടും കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണ്. ഇനി ഇതിന് പുറത്തേക്ക് നമുക്ക് ഈ റൈസ് വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എഗ് ബിരിയാണി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.